ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്ന ഒരു കറി എന്ന് പറയുന്നത് നമ്മളെ കോഴിക്കോടിൻ്റെ സ്വന്തം ഒരു മലബാർ സ്പെഷ്യൽ എന്നൊക്കെ പറയുന്ന ഒരു അടിപൊളി കറിയാണ് കേട്ടോ. ഒരു നാടൻ കറിയാണ്. പ്രത്യേകിച്ച് നമ്മൾ റമദാൻ മാസം ആയിക്കഴിഞ്ഞാൽ നോമ്പിന് ഒരു വൈകുന്നേരമൊക്കെ ആയിക്കഴിഞ്ഞാൽ എല്ലാ വീട്ടിൽ നിന്നും ഈ ഒരു കറീൻ്റെ ഒരു സ്മെല്ല് വരും കേട്ടോ. പരക്കാൻ അങ്ങോട്ട് ഇത് പരക്കും. ഈ ഒരു മണം ഭയങ്കര ഒരു മണമാണ്. ആ ഒരു മണം അങ്ങോട്ടൊക്കെ അടിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ എത്രയും പെട്ടെന്ന് ബാങ്ക് കൊടുത്താൽ മതി എന്ന് വിചാരിക്കും. അത്രയും നമ്മളൊരു എന്താ പറയുക അത്രയൊരു നമ്മളൊരു മയക്കണം എന്നൊക്കെ പറയുന്നത് അങ്ങനത്തെ ഒരു സ്മെല്ലാണ് ഈ ഒരു കറിക്ക്. ഭയങ്കര ടേസ്റ്റുമാണ് കേട്ടോ. നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ അരിപ്പത്തിരി അല്ലെങ്കിൽ ഒറോട്ടി ഈ രണ്ടിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി കറിയാണ്. എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. ഭയങ്കര സ്പൈസി ഒന്നുമല്ല, എരിവൊക്കെ ഒരു അത്യാവശ്യത്തിനുള്ള എരിവേ ഉണ്ടാവുള്ളൂ. പക്ഷെ നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു കറിയിൽ നിന്ന്. പ്രത്യേകിച്ച് നമുക്ക് നോമ്പിന് എല്ലാ കറികളും നമുക്ക് അങ്ങനെ കഴിക്കാൻ പറ്റില്ല. സാധാരണ സമയം പോലെയല്ല, എല്ലാ ഭക്ഷണവും കഴിക്കാൻ കഴിയില്ല, എല്ലാ കറികളും കഴിക്കാൻ കഴിയില്ല, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിനൊക്കെ റമദാനിന് മാത്രമായിട്ട് കുറച്ച് ഐറ്റംസുകളുണ്ട് അല്ലേ. അത് മാത്രമാണ് നമുക്ക് അന്നേരം ഈ നോമ്പൊക്കെ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പറ്റുക. അപ്പോൾ ആ ഒരു സമയത്ത് നോമ്പെടുത്ത് കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് കേട്ടോ ഈ ഒരു ഇത്. എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു വരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടും. റെസിപ്പിയൊക്കെ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഈ ഒരു കറിക്ക് ആദ്യം വേണ്ടത് നമുക്ക് തേങ്ങ, ഫ്രഷ് തേങ്ങ തന്നെ വേണം കേട്ടോ. അതിന് തേങ്ങാപ്പീരൊന്നും എടുക്കരുത്. അപ്പോൾ ആ ഒരു തേങ്ങ ഞാനിപ്പോൾ ഒരു സുമാറ് കൈയളവിലാണ് എടുക്കുന്നത്. എന്നാലും കപ്പ് അളവ് പറയുകയാണെങ്കിൽ 1 കപ്പ് തേങ്ങ. 1 കിലോ ചിക്കനാണ് ഞാൻ എടുക്കുന്നത്. 1 കപ്പ് തേങ്ങ നമുക്ക് ആദ്യം അരക്കണം. ഇനി തേങ്ങൻ്റെ കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് പെരിഞ്ജീരകം, വലിയ ജീരകം എന്ന് പറയുന്നത് പെരിഞ്ജീരകമില്ല, അത് 1 ടേബിൾ സ്പൂൺ, വലിയ സ്പൂൺ കേട്ടോ. 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം ഇട്ടിട്ടുണ്ട്. ഇതിനി ഒന്ന് അരച്ചുകൊണ്ട് വരണം. അപ്പോൾ ഞാൻ ആദ്യം വെള്ളം ഒഴിക്കാണ്ട് അരക്കുകയാണ്, എന്നിട്ടാണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ മിക്സിക്ക് പകരം ഈ അമ്മിയൊക്കെ ഉള്ള പണ്ടൊക്കെ എന്ന് വെച്ചാൽ അമ്മിമേൽ വെച്ചിട്ടാണ് ഇത് അരച്ചുകൊണ്ട് വരും കേട്ടോ. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇപ്പോൾ നമ്മൾ എളുപ്പത്തിന് വേഗം മിക്സിയിൽ അരച്ചിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അത് നല്ല മഷി പോലെ അരക്കണം. ഈ ഒരു കറിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് തേങ്ങ നല്ലോണം അരയണം. എന്താ പറയുക, ഒരു തരി പോലും അതിലില്ലാത്ത രീതിയിൽ നല്ലോണം അരഞ്ഞ് കിട്ടണം കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ തേങ്ങൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതവിടെ മാറ്റി വെക്കാം. ഇനിയിപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. ഇനി ഏത് ചെമ്പിലാണോ നമ്മൾ കറി വെക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ആ ചെമ്പ് വെച്ച് കൊടുക്കുക. അതിലേക്ക് ഒരു വലിയ സൈസ് ഉള്ളി ഞാൻ അരിഞ്ഞ് വെച്ചതാണ്. ഇത് ഉള്ളിയൊന്നും അധികം വേണ്ട കേട്ടോ. നിങ്ങൾക്ക് ചെറിയ സൈസാണ് നിങ്ങളെ കയ്യിലുള്ളതെങ്കിൽ 2 എണ്ണം എടുത്താൽ മതി. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ആണ് ഒഴിച്ച് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കട്ടെ. അതിലും കൂടുതൽ വേണ്ട, 2 ടേബിൾ സ്പൂൺ തന്നെ മതി. കാരണം ലാസ്റ്റ് ഇതിലേക്ക് കുറച്ചും കൂടെ എണ്ണ വരാനുണ്ട്. അപ്പോൾ ഈ ഒരു 2 ടേബിൾ സ്പൂണിൽ ഈ ഒരു ഉള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുക. ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി കേട്ടോ, വല്ലാണ്ടൊന്നും വാടണ്ട. ഒരു 1-2 മിനിറ്റ്. ഇപ്പോൾ ഈ ഉള്ളിക്ക് വേണ്ടിയ ഉപ്പാണ് ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. ചെറുതായിട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുള്ളൂ. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുക. അത് ഉള്ളി ഒന്ന് വേഗം വാടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാ ചെറുതായിട്ടൊന്ന് ഉള്ളി വാടാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ഇത് മതി കേട്ടോ, പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഇനി ഇതിലേക്ക് ഒരു വലിയ സൈസ് തക്കാളിയും ഒരു 4-5 പച്ചമുളകും ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ പച്ചമുളകിൻ്റെ എണ്ണം നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടാം കേട്ടോ. കൂടുതൽ എരിവാണെന്നുണ്ടെങ്കിൽ പച്ചമുളക് എണ്ണം കൂട്ടി കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിൻ്റെ പേസ്റ്റും അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചിൻ്റെ പേസ്റ്റുമാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് രണ്ടും ഇതിൻ്റെ കൂടെ കൂടിയിട്ട് ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളിൻ്റെ ഒരു പച്ചച്ചോയ മാറുന്നവരെ 1-2 മിനിറ്റ് നേരം ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. കാരണം ഈ തക്കാളി ഉടയാൻ വേണ്ടി കാത്തിക്കണ്ടില്ല. ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് പൊടികളാണ് ചേർക്കുന്നത്. മല്ലിപ്പൊടിയാണ് ഇതിൻ്റെ മെയിൻ സാധനം എന്ന് പറയുന്നത്. അപ്പോൾ 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ എടുക്കുന്നത്. 1 കിലോ ചിക്കനാണ്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂണേ നമുക്ക് മുളക് പൊടി ഇട്ടാവും. അതന്നെ ഫുള്ളായിട്ട് ഇടരുത്, കാരണം മുളക് പൊടിൻ്റെ അളവ് ഏറ്റവും കുറവാണ് വേണ്ടി കേട്ടോ. പിന്നെ ഇതിലേക്ക് ഗരം മസാല ആണ്, അത് 1 ടീസ്പൂൺ ഗരം മസാല ഇട്ടിട്ടുണ്ട്. ഇത്രയാണ് പൊടികൾ ഇതിൽ വേണ്ടി. ഇനി ഇത് നന്നായിട്ടൊന്ന് വാട്ടി കൊടുക്കുക. അപ്പോൾ ഇതിലിങ്ങനെ എണ്ണ തെളിയാൻ മാത്രമുള്ള എണ്ണ ഒന്നും ഇതിലില്ല. എന്നാലും ചെറിയ തീയിൽ 1-2 മിനിറ്റ് നേരം നിന്ന് പൊടികളൊന്ന് പച്ചച്ചായ മാറാൻ വേണ്ടി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുക. ഞാൻ പറഞ്ഞല്ലോ 1 കിലോ ചിക്കനാണ് ഇപ്പോൾ ഞാനിവിടെ എടുക്കുന്നത്. അപ്പോൾ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു മസാല ഈ ഒരു ചിക്കൻ്റെ മേലെ പൊതിയുന്ന രീതിയിൽ 1-2 മിനിറ്റ് നേരം ഒന്ന് ആ ഒരു ചിക്കൻ്റെ കൂടെ ഇതൊന്ന് വാട്ടി കൊടുക്കുക. അപ്പോൾ എണ്ണ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് നമുക്ക് കുറച്ച് ഓയിലും കൂടെ ഇതിൽ വരും കേട്ടോ. അതുകൊണ്ട് ബേജാറാണ്ട. അപ്പോൾ അത് നല്ലൊരു ടേസ്റ്റിയാണ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് 1-2 മിനിറ്റ് നേരം ഞാനൊന്ന് വാട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ. നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കുക. ചൂടുവെള്ളം ഒഴിക്കുക. പച്ചവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ആ ഒരു ചിക്കൻ അങ്ങ് ഹാർഡായി പോകും. അതുകൊണ്ടാണ് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കണം എന്ന് പറയുന്നത്. ഇപ്പോൾ വെള്ളത്തിൻ്റെ കണക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഈ ഒരു ചിക്കൻ മുങ്ങണ വരെ അതാണ് ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് കേട്ടോ. നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഇതിൻ്റെ ചിക്കൻ്റെ അതേ ലെവലിൽ വരുന്ന രീതിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഈ കറിക്ക് വേണ്ടിയ ഉപ്പ് നമ്മളിപ്പോഴാണ് ഇട്ട് കൊടുക്കുന്നത്. നേരത്തെ നമ്മൾ ഉള്ളി വാടാൻ വേണ്ടി കുറച്ചേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് നല്ലോണം ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതിലിപ്പം വെള്ളം കുറവാണ് കേട്ടോ, കുറച്ചും കൂടെ വെള്ളം വേണ്ടി വരും. കാരണം ഈ ഒരു ചിക്കനൊന്നും ഇതിൽ മുങ്ങണില്ല. അപ്പോൾ ഞാനിപ്പോൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ കണക്ക് ഞാൻ പറയാത്ത എന്താണെന്ന് വെച്ചാൽ നിങ്ങളങ്ങനെ ഒഴിച്ച് നോക്കിയാൽ മതി. ആ ഒരു ചിക്കൻ മുങ്ങുന്ന രീതിയിലുള്ള വെള്ളം മതി. കാരണം ഇതിൽ തേങ്ങ ഇനി വരാനുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് വെള്ളം വേണ്ട. അപ്പോൾ അതാ നന്നായിട്ട് ഇളക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ കേട്ടോ. നല്ലോണം തിളച്ചതിന് ശേഷം മൂടി വെക്കുക. അപ്പോൾ ഇത് കണ്ടോ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്.
അപ്പോൾ അത് കണ്ടില്ല ആ ഒരു എണ്ണയൊക്കെ ഒന്ന് മേലോട്ട് വരാൻ തുടങ്ങി. അപ്പോൾ അത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരം അതൊന്ന് ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കുക, ആ ഒരു ചിക്കൻ വേവണ വരെ. ഇപ്പോൾ അതാ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ ഇവിടെ നല്ല കറക്റ്റ് പാകത്തിന് വെന്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായി. ഈ ഒരു മൂടി തുറക്കുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര സ്മെല്ലാട്ടോ, ഈ ഒരു കറിൻ്റെ ഒരു മണം അപ്പോഴേ നമുക്ക് വരാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ അതാ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതാ സൂപ്പറായിട്ട് ചിക്കനൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പാകം മതി, ഒരു 10 മിനിറ്റ് ചെറിയ തീയിലിട്ട് വേവിച്ച് കഴിഞ്ഞാൽ നല്ലോണം വെന്ത് കിട്ടും. ഈ സമയത്ത് നിങ്ങളൊന്ന് ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യുക, കറക്റ്റ് ആണോ ഇല്ല എന്നുള്ളത് വേണമെങ്കിൽ ഇപ്പം ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കട്ടിയിലാണ് അരച്ചെടുത്തത്. ഇനിയിപ്പോൾ ആ മിക്സിയിൽ കുറച്ചും കൂടെ വെള്ളം നല്ലോണം ഒഴിച്ചിട്ട് ആ മിക്സി ഒന്ന് കഴുകിയിട്ട് അതും കൂടെ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ അത് ആ തേങ്ങയും കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, അതും കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ കണ്ടോ, അപ്പോൾ തേങ്ങ ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ വെള്ളം ഒഴിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. നോമ്പായതുകൊണ്ട് കുറച്ച് കൂടുതൽ കറി വേണമല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലോണം ഗ്രേവി വേണം. അപ്പോൾ നല്ലോണം വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് ഇളക്കി മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തിളയ്ക്കണം കേട്ടോ. വെറുതെ ഒന്ന് തിള വന്നാൽ പോരാ, നല്ലോണം വെട്ടി തിളയ്ക്കണം. നല്ലോണം തിളച്ചിട്ട് ഒരു 2-3 മിനിറ്റ് നേരം തന്നെങ്കിലും ഈ ഒരു തേങ്ങ കിടന്നിട്ട് ഈ ഒരു കറി നന്നായിട്ട് തിളയ്ക്കണം. അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഈ ഒരു പാകം എന്താണെന്നുള്ളത്. അപ്പോൾ നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രം നിങ്ങൾ തീ ഓഫ് ചെയ്യാവേ. അപ്പോൾ അത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്യാണ്. പിന്നെ ഇപ്പോൾ നമുക്ക് ഇതിലേക്ക് വറവിടണം. അപ്പോൾ ഞാനൊരു ചെറിയൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കൂടെ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞില്ല തുടക്കത്തിൽ നമ്മൾ കുറച്ച് വെച്ചാൽ എന്തിനാണെന്ന് വെച്ചാൽ ലാസ്റ്റ് കുറച്ചും കൂടെ എണ്ണയിൽ വരും. ഇനിയിപ്പോൾ ഒരു 5-6 ചെറിയുള്ളി ഞാൻ വട്ടത്തിൽ അരിഞ്ഞ് വെച്ചതാണ്, ഒരു കൈപ്പിടി ഉണ്ടാവും അരിഞ്ഞതിന് ശേഷം. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉലുവ വേണമെങ്കിൽ ഉലുവയും ചേർക്കട്ടോ. അതും കോഴിക്കോടുള്ള സ്പെഷ്യൽ തന്നെയാണ് ഉലുവ ചേർക്കൽ. ഇവിടെ നമുക്ക് ഉലുവ കടിക്കുന്ന ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടില്ല എന്നേ ഉള്ളൂ. പിന്നെ ഇതിന് നിർബന്ധമായിട്ട് വേണ്ടിയത് കറിവേപ്പിലായിരുന്നു, അതെൻ്റെ അടുത്തില്ല കേട്ടോ. ഇവിടെ ഇപ്പം കറിവേപ്പിലൊക്കെ വാങ്ങാൻ കുറച്ച് പ്രയാസമാണ്, അതുകൊണ്ടാണ് ഇപ്പം എടുക്കാണ്ടുന്നത്. 2 വറ്റൽമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം പോലെ കറിവേപ്പില കിട്ടുന്ന സ്ഥലമാണെങ്കിൽ നന്നായിട്ട് ഇട്ടോ കേട്ടോ, നല്ല ടേസ്റ്റ് കൂടുകയുള്ളൂ. അപ്പോൾ കറിവേപ്പിലൊക്കെ ഉണ്ടെങ്കിൽ നല്ലോണം ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇത് വിളമ്പിട പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതാ ഇങ്ങനെ വിളമ്പി കഴിഞ്ഞതിന് ശേഷം ഈ ഒരു കറിൻ്റെ മേലേക്കാണ് നമ്മൾ ആ ഒരു വറവ് ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഇത് ജസ്റ്റ് എനിക്കിപ്പോൾ ഫോട്ടോ എടുക്കണമല്ലോ, വീഡിയോ ആയതുകൊണ്ട് ഫോട്ടോ എടുക്കേണ്ടതുകൊണ്ട് ഞാനിപ്പോൾ ഇതിൻ്റെ മേലാണ് കുറച്ച് വറവ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ചെമ്പിലേക്ക് ഡയറക്റ്റ് വറവ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. അങ്ങനെയാണ് ഈ കറി കഴിക്കേണ്ടത് കേട്ടോ. ഞാനിപ്പോൾ ഇതിങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ എനിക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ മേലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. ബാക്കി ഞാൻ ആ കറിയിലേക്ക് തന്നെ ഇടും. അപ്പോൾ ഈ ഒരു വറവും കൂടെ വന്ന് നല്ലോണം മിക്സ് ചെയ്ത് കഴിഞ്ഞാലാണ് ഈ ഒരു കറിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് വരിക കേട്ടോ. നല്ല സ്മെല്ലാണ്. ഈ ഒരു കറി വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, എന്താ പറയുക, അപ്പുറത്തും മണം വരും നമ്മൾ ഈ ഒരു കറി വെച്ചെന്നുള്ള നല്ലൊരു സ്മെല്ലാണ് ഈ ഒരു കറിക്ക്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഞാൻ നിങ്ങൾ തന്നെ വിചാരിക്കുന്നുണ്ടാവില്ല ഇത്രയും എന്തിനാ എക്സ്പ്ലനേഷൻ ഈ ഒരു കറിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ടേസ്റ്റ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് അറിയുന്ന റെസിപ്പി ആയിരിക്കും എല്ലാവരും ഉണ്ടാക്കുന്ന. ഞാൻ പറഞ്ഞില്ല കോഴിക്കോട് എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു കറി തന്നെയാണിത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും അറിയണതായിരിക്കും. അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങൾ പറയാൻ മറന്നു പോകരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.